പാഠം 909 സസ്യാഹാരം കൊണ്ടുള്ള ഗുണങ്ങൾ. ആഹാ, ഇത്ര പെട്ടെന്ന് റെഡിയായോ? മണി 9 ആയുള്ളൂ. എന്തുപറ്റി? ഒന്നും പറ്റിയിട്ടല്ല. ആഫീസിലേക്ക് പോകുന്ന വഴി ഗംഗാധരൻ സാറിന്റെ വീട്ടിൽ നിന്ന് കയറണമെന്ന് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞത്. നീ ഏത് മറന്നുപോയി? ഞാൻ മറന്നില്ലല്ലോ. ആഫീസിലേക്ക് പോകുന്ന വഴി ഗംഗാധര സാറിന്റെ വീട്ടിലൊന്ന് കയറണം. അതുകൊണ്ട് 10 മിനിറ്റ് നേരത്തെ ഇറങ്ങണം എന്നാണ് മോഹനേട്ടൻ ഇന്നലെ എന്നോട് പറഞ്ഞത്. എന്നും മോഹനേട്ടൻ ഇറങ്ങുന്നത് 9:38. 10 മിനിറ്റ് നേരത്തെ എന്ന് പറയുമ്പോ 9:28. അപ്പൊ ഇറങ്ങിയപ്പോരെ. ഇപ്പൊ മണി 9 പോലും ആയിട്ടില്ല. ഞാൻ കുറച്ചു നേരത്തെ ഈ ഷർട്ടും കൊണ്ട് ഇട്ടത് കൊണ്ട് നിനക്ക് നഷ്ടമൊന്നും വന്നില്ലല്ലോ. വെറുതെ സംസാരിച്ച സമയം കളയാതെ നീ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്. എന്നിട്ട് ഉച്ചയൂണ് ചോറ്റുപാത്രത്തിലാക്കി തരൂ. അതൊക്കെ ഞാൻ ചെയ്യാം. ഞാൻ മോഹനേട്ടനോട് വേറൊരു കാര്യം പറയാനായി പോകുന്നത്. ടൗണിൽ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പുതിയൊരു ഹോട്ടൽ തുടങ്ങിയ മോഹനേട്ടൻ അറിഞ്ഞോ? നാട്ടിൽ എവിടെയൊക്കെ ഹോട്ടൽ തുടങ്ങി എന്ന് അന്വേഷിക്കാനല്ല സർക്കാർ എനിക്ക് മാസാമാസം ശമ്പളം എണ്ണി എണ്ണി തരുന്നത്. ശമ്പളം ഇങ്ങനെ എണ്ണി എണ്ണി കിട്ടുന്ന കാര്യങ്ങൾ മാത്രമല്ല മനുഷ്യ അന്വേഷിക്കാറുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് മോഹനേട്ടൻ അറിയാലോ. അത് അന്വേഷിച്ചറിഞ്ഞപ്പോ ശമ്പളം വല്ലതും കിട്ടിയായിരുന്നോ? അതെ, ആ ഹോട്ടലിലെ പലതരത്തിലുള്ള ചിക്കൻ ഐറ്റംസ് ആണ് വിൽക്കുന്നത്. ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ ചെട്ടിനാട്, ചിക്കൻ ചില്ലി, ചിക്കൻ 65, ജിഞ്ചർ ചിക്കൻ, പെപ്പർ ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ, പിന്നെ ചിക്കൻ തന്തൂരി. എന്താ ഇങ്ങനെ നോക്കണേ? ഹോട്ടലാണ് ജോലി. ഇതൊക്കെ എനിക്ക് മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യങ്ങളോ. ഭക്ഷണത്തിനോട് താല്പര്യമുള്ള ആളുകൾ അതൊക്കെ അന്വേഷിക്കും. ഹോട്ടലിൽ കിട്ടുന്ന സാധനങ്ങളുടെ പേരുകളൊക്കെ കാണാതെ പഠിക്കാനെടുത്ത ഉത്സാഹം കേസ് പഠിക്കുന്നതിൽ കാണിച്ചിരുന്നുവെങ്കിൽ നീ എന്നേ വലിയൊരു വക്കീലായി പോയേനെ. അതെന്താണ്? ഞാനിപ്പോ വലിയ വക്കീലല്ലേ? ഞാൻ വലിയ വക്കീലാണോ ചെറിയ വക്കീലാണോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞ ഹോട്ടലിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വാങ്ങാം എന്നുള്ളതാണ്. ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനല്ലേ മോഹനേട്ടന് മടിയുള്ളൂ. ഈ പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവര് കറിയല്ലേ ഇങ്ങനെ പാക്ക് ചെയ്ത് നമുക്ക് തന്നുവിടും. ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് അതായത് കഴിക്കാലോ. എന്തോ നീ പറഞ്ഞതിൽ പല പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, ഇത്തരം ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർ അതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചാണ് നമ്മുടെ നാട്ടിൽ പലരും ക്യാൻസർ രോഗികളായി മാറിയത്. രണ്ടാമത്തെ കാര്യം, ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ പണം ഊറ്റിയെടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു ചെറിയ കഷ്ണം കോഴിയിറച്ചിക്ക് ഒരു കോഴിക്കുള്ളതിനേക്കാൾ വിലയാണ് അവർ വാങ്ങുന്നത്. അങ്ങനെ ഹോട്ടലുകളിൽ കൊണ്ടുപോയി ധൂർത്തടിക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. മൂന്നാമത്തെ കാര്യം, ഭക്ഷണത്തിൽ നിന്ന് ഇറച്ചി ഒഴിവാക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ഇറച്ചിയും മീനും മുട്ടയൊക്കെ ഒഴിവാക്കി പരമാവധി സസ്യാഹാരം കഴിച്ചാൽ ആരോഗ്യം നന്നായിരിക്കും, ബുദ്ധിയും വർദ്ധിക്കും. ഞാൻ പ്രതീക്ഷിച്ചതേ മറുപടി തന്നെ മോഹനേട്ടൻ ഇത്. കയ്യിലിരിക്കുന്ന കാശ് മുടക്കാനുള്ള മണി കൊണ്ടാണ് മോഹനേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഈ ഒടുക്കത്തെ പിശുക്കന്റെ കാര്യം പറഞ്ഞ് ഞാൻ വടക്കുണ്ടാക്കാതിരിക്കാനായി അതിൽ കുറച്ച് ആരോഗ്യശാസ്ത്രങ്ങൾ ചേർത്തങ്ങ് വിളമ്പി, അത്രയല്ലേ ഉള്ളൂ. ഒരിക്കലുമല്ല. ഇറച്ചിയും മീനും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ പറ്റി ഇന്ന് രാവിലെ കൂടി ഞാൻ ആലോചിച്ചത്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും പിന്നെ അതങ്ങ് ശീലമായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഞാൻ അത്തരത്തിൽ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നീ ഏതോ ഹോട്ടലിൽ പോയി കോഴിയിറച്ചി വാങ്ങിച്ചോണ്ടിരുന്ന കാര്യം പറഞ്ഞത്. അതാരാണ് നോക്കൂ. നമസ്കാരം വക്കീലെ. നമസ്കാരം. എന്താ സുശീല രാവിലെ? മീനും കൊണ്ട് വന്നതാ. രാവിലെ തന്നെ ഇത് കൊണ്ടുതരണമെന്ന് സാറ് പറഞ്ഞിരുന്നു. മോഹനേട്ടനോ? അങ്ങനെ പറയാൻ സാധ്യതയില്ല. പറഞ്ഞു വക്കീലെ. ഇന്നലെ വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്നപ്പോ പറഞ്ഞിട്ട് പോന്നതാ സാറ്. അയ്യോ, അപ്പൊ സുശീല വിവരമൊന്നും പറഞ്ഞില്ല? ഇന്ന് രാവിലെ മുതൽ ഞാനും മോഹനേട്ടനും സസ്യാഹാരികളായി. ഇനി ഈ വീട്ടിൽ ഇറച്ചി മീൻ ഒന്നും വാങ്ങേണ്ടതാണ് തീരുമാനം. അയ്യോ, അപ്പൊ ഇത് എന്തായാലും ഇവിടേക്ക് വേണ്ട. സുശീല ഒരു കാര്യം അറിയൂ,
നമ്മൾ ഭക്ഷണത്തിൽ നിന്നും ഇറച്ചി, മീന് എന്നിവയൊക്കെ ഒഴിവാക്കി കഴിയുമ്പോ നമ്മുടെ ആരോഗ്യവും ബുദ്ധിയും ഒരുപാട് കൂടും. അതുകൊണ്ട് ദയവേത് ഇത് ശുചിലും തിരിച്ചു കൊണ്ടുപോകൂ. മേലിൽ ഇമാതിരി വൃത്തിയായിട്ട സാധനങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരരുത്. ഇത് കാണുന്ന തന്നെ ഞങ്ങൾക്ക് ആശ്രയകരാണ്. കൊണ്ടുപോയിക്കോളൂ. ശരി അപ്പൊ. ശരി. ആരായിരുന്നു? മോഹനടാ, നമ്മളെ വഴുതിരിക്കാൻ വന്നൊരു ശത്രുവായിരുന്നത്. പക്ഷെ അവന്റെ കളി എന്റെ അടുത്ത് നടന്നില്ല. ഓടിച്ചു വിട്ടു ഞാൻ. മനസ്സിലായില്ല? ബഷീർക്കടെ മീൻകട നിൽക്കുന്ന സുശീലനില്ലേ, അവൻ തന്നെ. ഒരു കവറ് നിറയെ മീനുമായിട്ടില്ലേ അവൻ വന്നത്. ഇന്നലെ ആഫീസിൽ നിന്ന് വരുന്ന വഴി മോഹനേട്ടൻ പറഞ്ഞു ഇന്ന് രാവിലെ മീൻ ഇവിടെ കൊണ്ടു തരണമെന്ന്. നീയല്ലേ പറഞ്ഞത് മീനൊന്നുമില്ല വാങ്ങണമെന്ന്? അത് ഇന്നലെ അല്ലേ? ഇപ്പൊ നമ്മൾ വെജിറ്റേറിയൻ ആയല്ലോ. ഇറച്ചി മീനും കഴിക്കാതെ ബുദ്ധി കൂട്ടാൻ തയ്യാറെടുത്തിരിക്കുമ്പോ നമ്മളെങ്ങനെ മീൻ വാങ്ങാ? ഒന്നും ഇവിടെ വേണ്ട, തിരിച്ചു കൊണ്ടുപോയിക്കോ എന്ന് ഞാൻ പറഞ്ഞു. മേലിൽ ഇത്തരം വൃത്തികെട്ട സാധനങ്ങളുമായി ഇവിടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ നീ വിവരം പറയും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. നീ പറഞ്ഞ ഹോട്ടലിൽ നിന്ന് ചിക്കൻ വാങ്ങണ്ട എന്ന് ഞാൻ പറഞ്ഞതിന്റെ വാശിക്കാണ് നീ ആ മീൻ വാങ്ങാതിരുന്നല്ലേ? ഭമേ, ഭർത്താവ് സ്നേഹപൂർവ്വം ഒരു ഉപദേശം തരുമ്പോ അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള മനസ്സ് വേണം ഭാര്യമാർക്ക്. എനിക്ക് ആ മനസ്സുണ്ടല്ലോ മോഹനട്ടാ. അതുകൊണ്ടല്ലേ ഇറച്ചി മീനും ശരീരത്തിന് കേടാണ് എന്ന് മോഹനട്ടൻ പറഞ്ഞ പാടെ ഞാൻ സുശീലിന്റെ എന്ന് മീൻ വാങ്ങാതെ തിരിച്ചു പറഞ്ഞയച്ചത്. മോഹനേട്ടാ, എല്ലാ ദിവസവും മീൻകറി കൂട്ടി ഉച്ചൂണ് കഴിക്കുന്ന ആളാണ് മോഹനേട്ടൻ. അത് മോഹനേട്ടന്റെ ഇഷ്ടം, നടക്കട്ടെ. പക്ഷെ എനിക്കുണ്ട് ചില ഇഷ്ടങ്ങളെന്ന് മോഹനേട്ടൻ ഒന്ന് ആലോചിക്കണ്ടായിരുന്നു. നാളെ മുതൽ ഉച്ചയൂണിന് മീൻകറി ഇല്ലാതെ വരുമ്പോ മോഹനേട്ടന് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. പിന്നെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാമെന്ന് നീ കരുതല്ലേ. മീൻകറി ഇല്ല എന്നോർത്ത് കെ മോഹനൻ സാറിന് ഒരു പ്രശ്നം വരാൻ പോകുന്നു. അല്ലെങ്കിൽ നീ ഉണ്ടാക്കാൻ പോകുന്ന മീൻകറി അല്ലേ, അത് കഴിക്കുന്നേക്കാൾ നല്ല കഴിക്കാതിരിക്കുന്നതാ. ഓ, അപ്പൊ അതായിരുന്നല്ലേ കാര്യം. അപ്പോ ബാക്കിയിരിക്കുന്ന ഈ മീൻകറി മോഹനേട്ടൻ വേണ്ടല്ലോ. അല്ല, ഇത് ഇപ്പൊ കുഴപ്പമില്ല. അതെ, കെ മോഹനേഷ് സാർ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് എന്നാണ് നാട്ടുകാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മീൻകറി ഇല്ലാതെ ചോറുണ്ണാൻ ഒരു പ്രയാസവും ഇല്ലാന്ന് മോഹനേട്ടൻ പറഞ്ഞു. ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി കഴിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് കഴിക്കാതിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഇനി പറഞ്ഞ വാക്ക് പാലിച്ച് കാണിക്കേണ്ടത് മോഹനേട്ടനാ. ഞാൻ ഒരു വാക്ക് പറഞ്ഞേ, മീൻകറി എനിക്ക് വേണ്ട. ഉച്ചയ്ക്ക് മീൻകറി ഇല്ല ചോറുണ്ടെന്ന് ആരും ചത്തുവൊന്നുമില്ലല്ലോ. അതാണ്. അപ്പൊ ഇന്നു മുതൽ കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ വീട്ടിൽ മീൻ വാങ്ങില്ല, മീൻകറി വയ്ക്കില്ല. മോഹനേട്ടൻ ഉച്ചയ്ക്ക് ചോറും വെജിറ്റബിൾ കറിയും കഴിക്കും. അപ്പോ നിപ്പി തന്നെ സസ്യാഹാരിയായി മാറിയ വില്ലേജ് ഓഫീസർക്ക് എന്റെ എല്ലാവിധ ആശംസകളും. ഈ ഒരു തീരുമാനത്തിലൂടെ അങ്ങയുടെ ആരോഗ്യവും ബുദ്ധിയും കൂടി വരട്ടെ. ഇത് ഇന്നേക്കൊരു ദിവസം കൊണ്ട് തന്നെ തീർന്നു പോകുന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടെ. മീൻകറി ഇല്ലാതെ മോഹനേട്ടൻ ഊണ് കഴിക്കാൻ. ഇന്നലെ വൈകിട്ട് പ്രഹ്ലാദൻ ചേട്ടൻ വന്നപ്പോ വിജയന്റെ ഹോട്ടലിൽ നിന്ന് മീൻകറി വാങ്ങിക്കൊണ്ടുവന്നു. സത്യം പറയല്ലോ പ്രഭേ, ഇത്രയും രുചിയുള്ള മീൻകറി ഞാൻ കഴിച്ചിട്ടേ ഇല്ല. നാട്ടുകാരെല്ലാരും ഇത് തന്നെ പറയുന്നുണ്ട് കാഞ്ചന സാറേ. പക്ഷെ എനിക്ക് ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എങ്ങനെയാ ഹോട്ടലിൽ ചെന്ന് മീൻകറി വാങ്ങുന്നേ? പ്രഹ്ലാദൻ ചേട്ടൻ മീൻകറിയായി വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാ ചേട്ടാ ഹോട്ടലിൽ നിന്നൊക്കെ മീൻകറി വാങ്ങി വെറുതെ കാശ് കളയുന്നതെന്ന്. ഏത് തരം കറി വേണമെങ്കിലും ഞാൻ വെച്ചുണ്ടാക്കി തരുമല്ലോ എന്ന് പറഞ്ഞപ്പോ പ്രഹ്ലാദൻ ചേട്ടൻ പറയാ, നീ ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയാ കാഞ്ചനേന്ന്. ഹോ, എന്റെ പ്രഭേ, കുറച്ച് കറിയെടുത്ത് ഞാൻ നാവി വെച്ചപ്പോ തന്നെ അന്തം വിട്ടുപോയി. എന്തൊരു രുചിയാണെന്ന് അറിയാവോ. വിജയൻ ഇത് എങ്ങനെയാണാവോ ഉണ്ടാക്കുന്നത്? അത് വിജയൻ പറയില്ല. ഹോട്ടലിൽ കയറി കഴിക്കുന്നവരെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വിജയനോട് ചോദിക്കും, എങ്ങനെയാണ് വിജയ ഈ കറി ഉണ്ടാക്കുന്നതെന്ന്.
അവനൊരു ചിരിയിരിക്കും, അല്ല ഒരക്ഷരം പറയും. ഷോ, നിങ്ങൾ എല്ലാരും ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ ഈ മീൻകറി ഒന്ന് കഴിച്ചിട്ട് എന്നെ കാര്യം. ശിശുപാലൻ ചേട്ടാ, ഇന്ന് ഉച്ചയ്ക്ക് ആ ഹോട്ടലിൽ നിന്ന് എനിക്കൊരു മീൻകറി വാങ്ങി തരുമോ? അതെന്ത് ചോദ്യ പ്രൊഫസറെ? പ്രൊഫസറിന് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുമ്പോൾ ഞാനത് സാധിച്ചു തരില്ലേ? ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ വിജയന്റെ ഹോട്ടലിൽ നിന്ന് മീൻകറി വാങ്ങിക്കാം. ഞാൻ വാങ്ങിക്കൊണ്ട് തരാന്നേ. രുചിയാണെന്ന് അറിയോ പ്രഫേ? എന്താ ഇവിടെ ഒരു ചർച്ച? ഒന്നുമില്ല സാർ. ഒന്നുമില്ലേ? വിജയന്റെ ഹോട്ടലിൽ മീൻകറിയുടെ കാര്യം പറയാനല്ല സർക്കാർ വില്ലേജ് ഓഫീസ് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നത്. അതല്ല സർ, വിജയന്റെ കടയിലെ മീൻകറിയെ പറ്റി നാട്ടുകാർക്കൊക്കെ വലിയ അഭിപ്രായ. സ്വയംപ്രഭ ഇതുവരെ അത് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഇന്നുച്ചയ്ക്ക് എല്ലാവർക്കും അവിടുന്ന് മീൻകറി വാങ്ങാന്ന് പറയായിരുന്നു. സാറ് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം മാത്രമേ കഴിക്കൂന്ന് ഞങ്ങൾക്കറിയാം. പ്രൊഫസർ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം മാത്രമേ കഴിക്കൂന്ന് ശിശുപാലനാണോ തീരുമാനിക്കുന്നത്? ഇന്നുച്ചയ്ക്ക് ഹോട്ടലിൽ പോകുമ്പോ എനിക്കും വാങ്ങണം മീൻകറി. പൈസ തന്നേക്കാം. ശിശുപാലൻ ചേട്ടാ, മോഹനേട്ട സാറിന് ഇത് എന്ത് പറ്റി? കയ്യിലിരിക്കുന്ന കാശ് ചെലവാക്കി സാറ് ഹോട്ടൽ ഭക്ഷണം കഴിക്കൂ? എങ്കിൽ പിന്നെ അതായിരിക്കും ലോകത്തിലെ 8ാമത്തെ അത്ഭുതം. വക്കീലേ, നമസ്കാരം വക്കീലെ. പിന്നെ കുന്നുംപുറത്തെ പ്രഭാരം ചേട്ടൻ തന്നു വിട്ടത് അത്യാവശ്യമായിട്ട് വക്കീലിന്റെ കയ്യിൽ കൊണ്ട് തരണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പാഞ്ഞു വരികയായിരുന്നു. ദാ. ഈ ഫയൽ ഇന്ന് രാവിലെ വക്കീൽ ഓഫീസിൽ കൊണ്ടുവന്ന് തരാന്ന് പ്രഭാരം ചേട്ടൻ പറഞ്ഞിരുന്നതാണ്. ഉച്ചവരെ ഞാൻ ഇത് നോക്കിയിരുന്നു, പക്ഷെ ആള് വന്നില്ല. അവസാനം ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരം ഞാന് കക്ഷിയെ വിളിച്ചൊരു വരട്ടെ. അതാണ് സാധനം പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്. അപ്പൊ ശരിയാക്കില്ലേ, എനിക്ക് പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടി ചേട്ടനെ കാണേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ആ, ശരി. പിന്നെ വേറെ സംഭവം അറിഞ്ഞില്ല, മോഹനേഴ് സാറ് പുറത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്നാണ്? പുറത്തുനിന്നോ? അല്ല, ഇന്ന് സാറ് ചോറ് കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയല്ലോ. പക്ഷെ ഉച്ചയായപ്പോ വിജയന്റെ ഹോട്ടലിൽ വന്ന് ശിശുപാല സാറ് കുറെ മീൻകറി പാഴ്സൽ വാങ്ങിച്ചോണ്ട് പോയി. ഇതെന്താണ് ശിശുപാല സാർ സംഭവം എന്ന് ഞാൻ ചോദിച്ചപ്പോ മോഹനേഴ് സാറ് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. ആഫീസിലുള്ള 4 പേർ കൂടെ മീൻകറി പാഴ്സൽ വാങ്ങിച്ചോണ്ടാണ് പോയത്. പക്ഷെ ശിശുപാല സാറ് പറഞ്ഞെങ്കിലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല. അപ്പൊ അത് ശരി, കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണല്ലേ. എന്നെ തോപ്പിക്കാനായി വില്ലേജ് ഓഫീസർ ഓരോരോ വഴികൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. എന്താണ് നോക്കിയ സംഭവം? ഉത്തമ, ടൗണിൽ പുതുതായിട്ട് തുടങ്ങിയ ഹോട്ടലിൽ നിന്ന് ചിക്കൻ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ കാശ് ചെലവാകുമല്ലോ എന്ന് കരുതി നിന്ന നിപ്പിന് വില്ലേജ് ഓഫീസർ വെജിറ്റേറിയനായി. ഇറച്ചിയും മീനും കഴിക്കുന്നത് ശരീരത്തിന് വളരെ കേടാണെന്ന്. അതോടെ എനിക്കും വാശിയായി. സാറിനെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ലല്ലോ. രാവിലെ സുശീല മീനും കൊണ്ടുവന്നപ്പോ വേണ്ടാന്ന് പറഞ്ഞ് ഞാനും പറഞ്ഞു വിട്ടു. ഇവിടെ ഉണ്ടായിരുന്ന മീൻകറി മോഹനേട്ടർ കൊടുത്തും വിട്ടില്ല. അതിന്റെ വാശി തീർത്താണ് ഈ കണ്ടത്. വിജയന്റെ ഹോട്ടലിൽ നിന്ന് മീൻകറി വാങ്ങുക മാത്രമല്ല, ആഫീസിലുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു അല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞ ചെലവാക്കാൻ സാറിന്റെ പൈസ ഇല്ല. വരട്ടെ, ശരിയാക്കി കൊടുക്കാം. അല്ല വക്കീലെ, ഈ കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞത് ഞാനാണെന്ന് സാറിന്റെ അടുത്ത് പറയല്ലേ. അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ ആ നിമിഷം ലിസ്റ്റ് ചെയ്ത് എന്റെ പേര് വിട്ടു. ഞാനൊന്നും പറയാൻ പോണില്ല. പക്ഷെ ഉത്തമൻ എനിക്കൊരു സഹായം ചെയ്യണം. എന്താണ്? ടൗണിൽ മുനിസിപ്പൽ ഓഫീസിന് തൊട്ട് മുന്നിലാണ് പുതിയ ഹോട്ടൽ തുടങ്ങിയിരിക്കുന്നത്. അവിടെ പോയി നല്ല ചിക്കൻ ചില്ലിയും ചിക്കൻ തന്തൂരിയും വാങ്ങിട്ട് വരണം. അയ്യോ ഞാനാ വാങ്ങിച്ചോണ്ട് വരുന്ന ഉത്തമനാണെന്ന് ഞാൻ പറയാൻ പോണില്ല. ഉച്ചയ്ക്ക് ആഫീസിലുള്ളവർക്ക് മീൻകറി വാങ്ങിച്ചു കൊടുത്ത് സന്തോഷിപ്പിച്ച സാറ് രാത്രി എന്ത് കഴിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഞാനായിട്ടൊന്നും ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, ഉത്തമൻ വാങ്ങിക്കൊണ്ടുവരുന്ന ചിക്കൻ മോഹനേട്ടന് മുന്നേ തന്നെ ഇരുന്ന് ഞാൻ കഴിച്ചു കാണിക്കും. അതെ, പിന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സംഗതി ആകെ വഷളാവും. ഒടുവിൽ ഞാൻ ആപ്പിലാവുകയും ചെയ്യും വക്കീലെ. ഉത്തമന്റെ പേര് പറയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? വില്ലേജ് ഓഫീസറുടെ ഇത്തരം അഭ്യാസങ്ങളെ മുളയിലെ നുള്ളില്ലെങ്കിൽ സംഗതി ആകെ പ്രശ്നമാവും. പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് എങ്ങനെയാണ് എന്ന് വില്ലേജ് ഓഫീസർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം.
ഉത്തമൻ ചെല്. ആ. ചിക്കൻ വാങ്ങിക്കൊണ്ടുവരും പൈസ എന്നാ പോരെ? അതൊക്കെ മതി. പക്ഷെ ഞാൻ ഒരു പക്ഷേ ഇല്ല. ഉത്തമൻ പോ നോക്ക്. ബാക്കി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. മീൻകറി വാങ്ങി ഓഫീസിലുള്ളവർ കൊടുക്കും അല്ലേ? ഇങ്ങോട്ടോ വെച്ചിട്ടുണ്ട് ഞാൻ. എന്നാലും എന്തൊരു ഭയങ്കരനാണ് നോക്കണേ. എന്താ ചെയ്യാ? ആ എന്തൊക്കെയുണ്ട് വിശേഷം? കോടതി പോകുന്നു. ഞാൻ എല്ലാ ദിവസവും വരുന്ന നേരത്തെ തന്നെയാണ് ഇന്ന് വന്നത്. തോന്നുന്നു വല്ല കാര്യങ്ങൾ മാറ്റി ചെയ്യുന്ന ആളല്ലല്ലോ ഞാൻ. ആ എന്നാ ഒരു ചായ എടുക്ക്. എനിക്ക് നല്ല ക്ഷീണം. ചായ വിജയന്റെ കടയിൽ ഇല്ലായിരുന്നു. വിജയന്റെ കടയിലോ? വിജയന്റെ കടയിൽ ഞാൻ ചായ കുടിക്കാറില്ലല്ലോ. വിജയന്റെ കടയിൽ നിന്ന് ഉച്ചയ്ക്ക് മീൻകറിയും വാങ്ങാറില്ലായിരുന്നല്ലോ. എന്താ നോക്കുന്നത്? ഇതൊന്നും ഞാൻ അറിയില്ലെന്ന് കരുതിയോ? രാവിലെ ടൗണിലെ ഹോട്ടലിൽ നിന്ന് ഒരു ചിക്കൻ കറി വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോ എന്തൊക്കെയായിരുന്നു മോഹനേട്ടന്റെ ആ ന്യായം? ഇറച്ചി മീനും ആരോഗ്യത്തിന് നല്ലതല്ല, ഹോട്ടലുകാർ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ വിശ്വസിക്കാൻ പറ്റില്ല, ഹോട്ടലിൽ കൊടുത്ത് ദൂർത്തടിക്കാൻ മോഹനേട്ടന്റെ കയ്യിൽ പൈസയില്ല എന്നൊക്കെയല്ലേ മോഹനേട്ടൻ പറഞ്ഞത്? എന്നിട്ട് മോഹനേട്ടൻ ചെയ്തത് എന്താണ്? വിജയന്റെ ഹോട്ടലിൽ നിന്ന് മീൻകറി വാങ്ങി. അപ്പോൾ മീനിന് കുഴപ്പമില്ല, ഹോട്ടലിന് കുഴപ്പമില്ല, കാശ് പോയതിലും കുഴപ്പമില്ല. എന്നോട് പറഞ്ഞത് ആരാണ് എന്നുള്ളതല്ലോ മോഹനേട്ട പ്രശ്നം. മോഹനേട്ടൻ എന്നെ തോപ്പിക്കാനായി വിജയന്റെ ഹോട്ടലിൽ നിന്ന് മീൻകറി വാങ്ങിന്നുള്ള കാര്യം ഞാൻ ക്ഷമിച്ചേനെ. പക്ഷെ എനിക്കൊരു നാരങ്ങ മുട്ടായി വാങ്ങിത്തരാ പോലും വിശി കാണിക്കുന്ന അതേ മോഹനേട്ടൻ ശിശുപാലൻ ചേട്ടനും കാഞ്ചനയ്ക്കോ സ്വയംപ്രഭയ്ക്കും മീൻകറി വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. ഒക്കെ ഞാൻ അറിഞ്ഞേ. ഇനിയൊന്നും ഒളിക്കാൻ നോക്കണ്ട. മോഹനേട്ടൻ എന്നോട് ഈ കാണിച്ച അന്യായത്തിന് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് രാത്രിയിൽ നാളെ പകല് കഴിക്കാനുള്ളതെല്ലാം വിജയന്റെ ഹോട്ടലിൽ നിന്ന് തന്നെ വാങ്ങിക്കഴിച്ചു. ആ അല്ലെങ്കിലേ കാഞ്ചനോട് സ്വയംപ്രഭയോട് പറഞ്ഞാൽ മതി, അവര് പൊതിഞ്ഞായിട്ട് കൊണ്ട് തരും. ഇനി എന്റെ കയ്യിൽ നിന്ന് പച്ചവെള്ളം പോലെ മോഹൻ കിട്ടാൻ പോകുന്നില്ല. ആഹാ അത് കൊള്ളൂലല്ലോ. എന്നോടാ കളി. ശരിയായി കൊടുക്കാം. ആ നല്ല ക്ഷീണം. നീ വേഗം ഒരു ചായ എടുക്ക. എന്തു പറ്റി? പതിവില്ലാത്തൊരു ക്ഷീണം. ഓടിയാണോ വന്നത്? ഓടിയാൽ മാത്രമേ മനുഷ്യന് ക്ഷീണം ഉണ്ടാവുന്നുണ്ടോ? ആ വയറും നിറച്ച് ഭക്ഷണം കഴിച്ചാലും ആളുകൾ ക്ഷീണിക്കാറുണ്ട്. അങ്ങനെ വലുതാണോ മോനട്ട കാര്യം? ഞാൻ എല്ലാ ദിവസവും ഒരേ അളവിൽ മാത്രമാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അല്ലാതെ കിട്ടുന്നത് മുഴുവൻ വലിച്ചു വാരിയങ്ങ് തിന്നാറില്ല. പതിവില്ലാത്ത കറികളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ചിലർ ആവശ്യത്തെ കൂടുതൽ ഭക്ഷണം കഴിച്ചു വന്നിരിക്കുമല്ലോ. ഈ വിജയന്റെ കടയിലെ മീൻകറിയെ പറ്റി നാട്ടുകാർക്കൊക്കെ ഭയങ്കര അഭിപ്രായമാണ്. അങ്ങനെ ഒരു മീൻകറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ചിലര് കൂടുതൽ ചോറൊക്കെ ഉണ്ടെന്നിരിക്കും. അല്ല, സ്വന്തം ഭാര്യ എന്തെങ്കിലും വാങ്ങുന്ന കാര്യം പറയുമ്പോൾ നടക്കില്ല എന്ന് പറയുന്ന ഭർത്താവ് ആഫീസിലുള്ള സകലർക്കും മീൻകറി വാങ്ങിക്കൊടുക്കുന്ന കാലമല്ലേ ഇത്? അപ്പൊ പിന്നെ എന്താ സംഭവിച്ചുകൂടാത്തത്? മനസ്സിലായില്ല. ഇതിപ്പോ മനസ്സിലാക്കാൻ എന്താ ഉള്ളത്? ആഫീസിലുള്ളവർക്ക് മോഹനേട്ട മീൻകറി വാങ്ങിക്കൊടുത്ത കാര്യം ഞാൻ അറിഞ്ഞു മോഹനേട്ടാ. നിന്നോടാരാ ഈ പച്ചക്കളൊക്കെ പറഞ്ഞേ? വെറുതെ എന്റെ അടുത്ത് വേഷം കണ്ടിറങ്ങാൻ നിൽക്കല്ലേ. എന്നോടുള്ള വാശിക്ക് മോഹനേട്ടൻ എന്ന് വിജയന്റെ കടയിൽ നിന്ന് മീൻകറി വാങ്ങി എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇനിയിപ്പോ അതിന് തെളിവ് വേണമെന്നാണ് പറയുന്നെങ്കിൽ നമുക്ക് ശിശുപാലേട്ടനെ വിളിക്കാം. വിളിക്കട്ടെ? എന്താ ഒന്നും പറയാനില്ലേ? ഉച്ചയ്ക്ക് മീൻകറി വാങ്ങി വിസ്തരിച്ച ഊണ് കഴിച്ചു. എന്നിട്ട് പേരോട് കള പറയാൻ നിൽക്കുന്നല്ലേ? ഞാൻ കള പറഞ്ഞിട്ടൊന്നുമില്ല. മോഹനേട്ടൻ എന്ന് ശിശുപാലൻ ചേട്ടനെ പറഞ്ഞു വിട്ട് മീൻകറി വാങ്ങിയോ ഇല്ലയോ? മീൻകറി വാങ്ങിന്നുള്ളതൊക്കെ ആ മീൻകറി കൂട്ടി ഉച്ചയ്ക്ക് ഊണ് കഴിക്കുകയും ചെയ്തു. കണ്ടോ,
എന്നിട്ട് എന്തിനാ ആദ്യം ഇത് പച്ചക്കള്ളമെന്ന് പറഞ്ഞത്? ഞാൻ ആഫീസിലുള്ളവർക്ക് മീൻകറി വാങ്ങിക്കൊടുത്തു എന്ന് നീ പറഞ്ഞതാണ് കള്ളമെന്ന് ഞാൻ പറഞ്ഞത്. ആ ശിശുപാലനെ പറഞ്ഞു വിട്ട് 4 മീൻകറി ഞാൻ വാങ്ങിപ്പിച്ചു. ഒരു മീൻകറിക്ക് 35 രൂപ പ്രകാരം 140 രൂപ. അതിൽ 35 രൂപ ഞാൻ ശിശുപാലന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ആഫീസിൽ നിന്ന് വരുന്ന വഴി വിജയന്റെ കടയിൽ കയറി നിനക്കുള്ള മീൻകറിയും വാങ്ങി. ഉള്ളത് പറഞ്ഞാ നീ ഉണ്ടാക്കുന്ന മീൻകറിക്കാളും രുചി ഇതിനുണ്ട്. അല്ല അത് പറഞ്ഞാൽ ദേഷ്യപ്പെടണ്ട. നീ ഉണ്ടാക്കുന്ന മീൻകറി നല്ലതാ. മീൻകറി കഴിച്ചു നോക്കിയോ മനസ്സിലായി നന്നായിട്ടുണ്ടെന്ന്. അപ്പൊ പിന്നെ നീയും കഴിക്കട്ടെ നേരി വാങ്ങിക്കൊണ്ടുവന്നതാ. അല്ലാതെ ആഫീസുള്ളവർക്ക് ഞാൻ കാശ് മുടക്കി മീൻകറി വാങ്ങിച്ചു കൊടുക്കുവോ? അതിന് വരെ ആളെ നോക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട് ഭാമേ. ടൗണിലെ ഹോട്ടൽ പോലെ അല്ല വിജയന്റെ ഹോട്ടൽ. കറികളിലൊന്നും രുചി കൂട്ടാനായി ഓരോ മായങ്ങൾ ചേർക്കുന്ന ആളല്ല വിജയൻ. അതുകൊണ്ട് തന്നെ ഇത് ധൈര്യമായിട്ട് തന്നെ കഴിക്കും. വക്കീലേ, ഉത്തമനാണല്ലോ. എന്താ ഈ നേരത്ത്? എന്റെ ചില കണക്കൂട്ടലുകൾ തെറ്റിപ്പോയെന്നൊരു സംശയം. അപ്പൊ തോന്നിയൊരു ഭാഷയ്ക്ക് ഞാനൊരു ചെറിയ അബദ്ധം കാണിച്ചോ എന്നും ഒരു സംശയം. മനസ്സിലായില്ല? അത്രയ്ക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാനൊന്നുമില്ല. ടൗണിലെ ഹോട്ടലിൽ നിന്നേ എന്നും കോഴിക്കറി വാങ്ങി കഴിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. വല്ലപ്പോഴും ഒരുക്കി കഴിക്കുന്നുണ്ടോ പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നം ഉണ്ടാവില്ല. ഈ മീൻകറിയും കുറച്ച് ചില്ലി ചിക്കനും കുറച്ച് തന്തൂരി ചിക്കനും എല്ലാം കൂടി കൂട്ടി ഇന്നത്തെ അത്താഴം നമുക്ക് അങ്ങോട്ട് പൊടി പിടിച്ചാലോ? ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല, ഉത്തമൻ ചിക്കനുമായിട്ട് വന്നത്. എന്നൊന്നും പറയാൻ പാടില്ല. വില്ലേജ് ഓഫീസറെ പറ്റിയുള്ള വക്കീലിന്റെ കണക്കുകൾ ഒരിക്കൽ കൂടി തെറ്റിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. എന്താ സമ്പന്നരായ ഈ ദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.